രാജ്ഭവനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം നിബന്ധനകൾ രാജ്ഭവൻ മുന്നോട്ട് വെക്കുന്നത് ശരിയല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. രാജ്ഭവൻ ആർഎസ്എസിന്റെ ആസ്ഥാനമാക്കാൻ പാടില്ല. കോൺഗ്രസ് എതിർപ്പ് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ നേരത്തെ മിണ്ടിയില്ല. ഗവർണറെക്കുറിച്ച് പറയാൻ പേടിയാണ് സർക്കാരിന്. കോൺഗ്രസ് എതിർപ്പ് പറഞ്ഞപ്പോൾ പിണറായി മിണ്ടിയില്ല എന്നുള്ള കാര്യം സതീശൻ ആവർത്തിക്കുകയായിരുന്നു. അല്ല, അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാരും മിണ്ടാതിരുന്നു. രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ, ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു. ഒരു RSS നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദി ആക്കരുത്. അതിശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനക്കിയോ? ഒരു പ്രശ്നമില്ല. ഈ CPM എന്തെങ്കിലും പറഞ്ഞോ? ഒരു കുഴപ്പമില്ല. അവർക്ക് രാജ്ഭവനിൽ എന്തോ ആവാം, മനസ്സിലായില്ലേ? അപ്പോൾ രാജ്ഭവൻ RSSന്റെ ആസ്ഥാനമാക്കി മാറ്റാൻ പാടില്ല. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഗവർണർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അവിടെ നാട്ടിലെ RSSകാർ വന്ന് പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല. ഓപ്പറേഷൻ സിന്ദൂരിനെ കൊണ്ട് സംസാരിക്കണമെങ്കിൽ ഡിഫൻസ് എക്സ്പെർട്ടുകളെ കൊണ്ട്, വിദേശകാര്യ വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന ആളുകളാണ്. പേടിയാണ് ഇവർക്ക്. ഗവർണറെ കുറിച്ച് പറയാൻ പോലും പേടിയാണ്. അത് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദിയാകാൻ പാടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്ന് വ്യക്തമാകും. സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അല്പസമയത്തിനകം അവസാനിക്കും. 2026 ആഭ്യന്തര വകുപ്പും വനം വകുപ്പും കിട്ടണമെന്നും വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുമുള്ള ഉപാധിയാണ് ഇന്ന് പിന്മാറുവാനായിട്ട് PV അൻവർ മുന്നോട്ട് വെച്ചത്. ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26 ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന വി.ഡി. സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. അതേസമയം ചിരിപ്പിക്കുന്നതാണ് PV അൻവറിന്റെ ആവശ്യങ്ങളെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരിഹസിച്ചത്. അമ്പരപ്പല്ല, എനിക്ക് ചിരിയാ വരുന്നത്. ഏതായാലും അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചത് നന്നായി. UDF ആണ് അടുത്തതിൻ്റെ മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും നടത്തുന്നതെന്ന് സംബന്ധിച്ചതിന് നന്നായി. അൻവറിനെ ഇപ്പോൾ LDFന്റെ ഒരു പിന്തുണ ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ LDFന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു. ഈ ഇലക്ഷനിലൊരു നോൺ ഇഷ്യൂ അല്ല. ഈ ഇലക്ഷൻ രണ്ട് മുന്നണികൾ തമ്മിലുള്ള UDFും LDFും തമ്മിലുള്ള മത്സരം തന്നെയാണ്. അതിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പ്രസക്തിയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം നിലപാടുകൾ മാറ്റം ഉണ്ടാകുമോ? നമുക്ക് ആലോചിക്കാം. വഴികൾ തുറന്നിട്ടിരുന്നതാണ്. Now it is closed. താൽക്കാലികമായി ആ വഴി അടച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ അധ്യായം അടച്ചിരിക്കുന്നു എന്ന് പറയാം അല്ലേ? Now it is closed. അൻവറിന് മുന്നിൽ ഇപ്പോൾ വാതിൽ അടച്ചിരിക്കുകയാണെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ഇനി വാതിൽ തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പറഞ്ഞു. ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരുടെ എല്ലാവരും പറയുന്നതിനും മറുപടി ഞാൻ പറയണം. We made it very clear. No. UDF ഏകകണ്ഠമായെടുത്ത തീരുമാനമാണ്. ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല. ഇതാണ്